സംഘത്തിന്റെ ഓഫീസ് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പേര് വെച്ച് നിർവഹിച്ച ആദരണീയനായ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫ് സാറ്, ചെറിയ യോഗമാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ, പ്രിയപ്പെട്ട UDF-ന്റെ ജില്ലാ ചെയർമാൻ ഇ.ജെ. സാർ, പ്രിയപ്പെട്ട കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാൻ C.P.C. തോമസ് MP, പ്രിയപ്പെട്ട മോൻസ് ജോസഫ് എം.എൽ.എ, വിൻസൻ മാത്യൂസ് UDF-ന്റെ കൺവീനർ, ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള ശ്രീ തമ്പി, അതുപോലെ ശ്രീ അരുൺ, ശ്രീ ജോയി എബ്രഹാം MP, കേരള കോൺഗ്രസ് സെക്രട്ടറി ജനറൽ, മറ്റാദരണീയരായ നേതാക്കൾ, ഞാൻ എല്ലാവരുടെയും പേരുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ശ്രീ അസീസ്, മുസ്ലിം ലീഗിന്റെ നേതാവ്, CMPയുടെ ശ്രീ തമ്പി ചന്ദ്രൻ, അതുപോലെ മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, BJPയുടെ സംസ്ഥാന ശ്രീ കുസുമാലി ബാലകൃഷ്ണൻ, ജി ഗോപകുമാർ, PCC വൈസ് പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികളെ, UDF-ന്റെ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, നമ്മുടെ ഈ MP ഓഫീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നേരത്തെ നടത്തിയതാണ്. വാസ്തവത്തില് നമ്മൾ ചാലുകുന്നിലാണ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അവിടുത്തെ കെട്ടിട ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ താമസം കൊണ്ട് മാറ്റണം എന്ന് വന്നപ്പോഴാണ് നമുക്ക് ഇതൊന്ന് മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വന്നത്. മാത്രമല്ല, നമ്മൾ സ്ഥലം അന്വേഷിച്ചപ്പോൾ എല്ലാവരുടെയും പൊതുവെ അവിടെ വന്നിരുന്ന ആളുകളുടെ ഒരാവശ്യം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയാൽ നടന്നെത്താൻ പറ്റുന്ന ഒരു സൗകര്യത്തിൽ വേണം. കാരണം അല്ലെങ്കിൽ 100-150 രൂപ ഓട്ടോറിക്ഷ ചാർജ് ആകുമെന്നുള്ള പല സ്നേഹിതന്മാരും ആവശ്യവും പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മൾക്ക് ഇവിടെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ ഗാന്ധി സ്റ്റഡീസ് ഉപയോഗിച്ചിരുന്ന ഒഴിഞ്ഞ ഒരു മുറിയുള്ളതുണ്ട്. ഇവിടെ തന്നെ ആകാം. എല്ലാവർക്കും വന്ന് പോകാനുള്ള സൗകര്യം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ മധ്യഭാഗമാണ്. അപ്പൊ ആ ഒരു സൗകര്യം കൂടി പരിഗണിച്ചാണ് നമ്മളിവിടെ ഈ ഓഫീസ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു തുടക്കം എന്നുള്ള നിലയിൽ ലളിതവും ഹ്രസ്വവുമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിൽ ദീർഘമായിട്ട് പോകുന്നില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിലെ പ്രവർത്തനത്തിന് എല്ലാവരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സഹകരണം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പ്രിയങ്കരനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ കോട്ടയത്ത് UDF-ന്റെ നേതാക്കന്മാർ എല്ലാവരുടെയും നേതൃത്വത്തിൽ, ശ്രീ മോൻസ് ഉൾപ്പെടെയുള്ള ആദരണീയരായ നേതാക്കന്മാരുടെ എല്ലാ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് സാറിന്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും ഈ കാര്യങ്ങളിൽ നമുക്ക് സഹായകരമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുറേയേറെ കാര്യങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേയേറെ കാര്യങ്ങളിലേക്ക് ഗൗരവപൂർവ്വം നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോട്ടയത്തെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ വികസന സദസ്സുകൾ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ താഴ്ന്ന നിന്നിരുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം ഉയർത്താനുള്ള നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെവൽ ക്രോസുകളിൽ ഈ കൊട്ടിക്കുളഞ്ഞിടത്ത് എല്ലാം റീടാർ ചെയ്യാനുള്ള തീരുമാനമായി ഉടൻ തന്നെ മഴകാലമാണ് നീണ്ടുപോയത്. ഉടൻ തന്നെ അതിന്റെ റീടാറിംഗ് കാര്യങ്ങളിലേക്ക് നടക്കും. സെക്കൻഡ് എൻട്രി കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ കവാടം, അത് നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. നവംബർ-ഡിസംബർ ഈ കൊടുത്തുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് അതിന് ഉദ്ഘാടനം നടത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും റെയിൽവേ മന്ത്രിയെ കണ്ട ഈ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം വേണ്ട നിർദ്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടുകാർ കൂടിയുള്ള പദ്ധതി. ബഹുമാനപ്പെട്ട M.L.A ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ നീക്കം കേന്ദ്രത്തിലെ കേന്ദ്ര NHAയുടെ അനുവാദം കിട്ടണമായിരുന്നു. അദ്ദേഹം ഞാനും കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിലൂടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ അനുവാദം പൈപ്പിടാനായിട്ട് അനുവാദം നമുക്ക് ലഭ്യമായി. ഇപ്പോഴതിന്റെ AS ആയിട്ടുണ്ട്, വർക്കിന്റെ AS ആയിട്ടുണ്ട്. അപ്പൊ നാട്ടകം മേഖലയിൽ ഏതാണ്ട് 20,000-ലേറെ ആളുകൾക്ക് കുടിവെള്ളം ഇനി നിർബാധം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. കോട്ടയത്തെ നമ്മളൊരു പഠന നഗരമാക്കാൻ യുനെസ്കോയുടെ ലേണിംഗ് സിറ്റീസിന്റെ ആ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ യുനെസ്കോയ്ക്ക് ആപ്ലിക്കേഷൻ എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിന് അനുവാദം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ 66 പുതിയ ഗ്രാമീണ റോഡിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 66 പുതിയ ഗ്രാമീണ റോഡിലേക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരമായിട്ടുണ്ട്. 8 പുതിയ റോഡുകൾ കൂടി പുതുതായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. CIRF സെൻട്രൽ റോഡ് ഫണ്ട്, സെൻട്രൽ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഫണ്ട്, അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, പക്ഷെ അത് തീരുമാനങ്ങൾ അതിലേക്ക് എത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, കടവപ്പുഴ നമ്മളുടെ പാർലമെന്റ് മണ്ഡലത്തിലെ
ഏക എന്ന് വിശേഷിപ്പിക്കാവുന്ന മേലുകാവ് ട്രൈബൽ പഞ്ചായത്ത്. അവിടെ ഒരു പാലം തകർന്നു കിടക്കുകയായിരുന്നു. 7-7.5 കിലോമീറ്റർ വരുന്ന 8 കിലോമീറ്റർ വരുന്ന റോഡിന്റെ പുനർനിർമ്മാണം ഉണ്ടായിരുന്നു. ആ കടവുഴ പാലവും റോഡ് നിർമ്മിക്കാനുള്ള അനുമതി കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമാകും. അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് ഒരു ബൈപ്പാസ് നമുക്കറിയാം, 183 NH ബൈപ്പാസിന്റെ നിർമ്മാണമുണ്ട്. അതിന്റെ പുതുക്കിയ ഒരു പഠനം നടത്താനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അത് ചെങ്ങന്നൂരിൽ നിന്ന് ആരംഭിച്ച് മുണ്ടക്കയം തേനിയിലേക്ക് എത്തുന്ന ആ ഒരു ബൈപ്പാസിന്റെ പൂർണ്ണമായിട്ടുള്ള 3 സ്ട്രെച്ചില് അതിന്റെ പഠനത്തിനുള്ള പുതിയ ഏജൻസിയെ നിയമിക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കോട്ടയം എറണാകുളം തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള പുതിയൊരു പാത എന്നുള്ളതാണ്. അതിന്റെ നടപടികൾ പുരോഗമിച്ചു വരുന്നു. നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് ശുപാർശ കൂടി ലഭിച്ച് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണത്. എല്ലാവരുടെയും സഹകരണമുണ്ട്. ബഹുമാനപ്പെട്ട MLA-മാരും അതുപോലെ നമ്മുടെ എല്ലാവരും ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കടുത്തുരുത്തിയിലെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അനുമതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട MLA-യോടൊപ്പം നിന്ന് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കളക്ടറോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എത്രയും വേഗം അതിനൊരു അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം സമീപിക്കാനുള്ള ഒരു ഓഫീസ് എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം ഇതിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയനായ നേതാക്കൾ ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിനെയും അധ്യക്ഷത വഹിക്കപ്പെട്ട ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ MLA, UDF-ന്റെ നേതാക്കന്മാർ, MLA ശ്രീ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള ആദരണീയരായ എല്ലാ നേതാക്കന്മാരെയും ഇവിടെ വന്നുചേർന്നിട്ടുള്ള UDF-ലെയും പാർട്ടിയിലെ എല്ലാ സഹപ്രവർത്തകരെയും എല്ലാവരെയും വളരെ ആദരപൂർവ്വം വിനയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ലക്ഷ്മിക്ക് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി കൂടി പറയുകയാണ്. നന്ദി ഔദ്യോഗികമായിട്ട് പറയുന്നെങ്കിൽ കൂടി എല്ലാവരോടും നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ ചുറ്റും എല്ലാവർക്കും മനസ്സിലാക്കി.